ഹൈദരാബാദിലുള്ള റാമോജി ഫിലിം സിറ്റിയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ ഒരു വലിയ വിശാലമായ ഒരു ലോകത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനെല്ലാം കണ്ടു. ഈ വീഡിയോയിൽ മറ്റ് ചില കാഴ്ചകളാണ്. ഇത് പഴയ വർക്ക്ഷോപ്പിൻ്റെ ഭാഗങ്ങളാണ്. വർക്ക്ഷോപ്പിനോടനുബന്ധിച്ചുള്ള ചിത്രീകരണങ്ങളൊക്കെ ഈ ഭാഗങ്ങളിലാണ് നടക്കാറുള്ളത്. അതുപോലെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പഴയ പല കോട്ടകളുടെയൊക്കെ സെറ്റിങ്സ് ഒക്കെ കാണാം. പലതും പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഒരുക്കുന്നതായിട്ടും കാണാം. ഈ കെട്ടിടങ്ങളും ഇതെല്ലാം ഒന്നും റിയലായിട്ട് ഉള്ള അല്ലെങ്കിൽ അതിൽ ആളുകൾ താമസമൊന്നുമില്ല. ഇത് ജസ്റ്റ് ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന്റെ പർപ്പസിന് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ളവയാണ്. ഇന്ത്യൻ സിനിമയുടെ അത്ഭുതമായ രാജമൗലിയുടെ ബാഹുബലിയുടെ സെറ്റിങ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വലിയൊരു പെരുമ്പറ കൊട്ടുന്ന രംഗം ഓർമ്മയുണ്ടാവും. ആ പെരുമ്പറയാണ് ഈ കാണുന്നത്. ഇത് പല ഭാഗങ്ങളിലും ഉണ്ട്. ഇങ്ങനത്തെ വലിയ വലിയ പെരുമ്പറകൾ വെച്ചിട്ടുണ്ട്. മണി അടിച്ചോ? മണി ഉണ്ടോ? മണി ഇല്ല. മണിയില്ല. മഹിഷ്മതി സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ല, ഈ പനയാവില്ലേ വളച്ച്? ഇതല്ല, പുറത്തുള്ള പനയാണ് അല്ലേ വളച്ചത്? ആ ചെങ്ങായി പന വളച്ചിട്ടൊരു പൊക്കുണ്ടല്ലോ, അത് പുറത്തുള്ള പന വളച്ചിട്ടേ. അസഹനീയമായ ചൂടാണ്. ഒരു തണലൊന്നുമില്ല. എവിടെയെങ്കിലും കയറിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു ഹോള് പോലുള്ള ഉള്ളിലേക്ക് കയറി നിൽക്കേണ്ടി വരും. ആ സിനിമയിൽ കാണുന്ന അതേ രീതി തന്നെയാണ്. എല്ലാം കോടികൾ ചെലവാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള സെറ്റിങ്സ് ഒക്കെ ഒരുക്കി വെക്കുന്നത്. ഇനി ബാഹുബലിയുടെ 3ാം ഭാഗം വരുന്നുണ്ട് എന്നൊക്കെ കേൾക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിങ്സ് വീണ്ടും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം.
വീണ്ടും അടുത്ത ബസ്സിൽ കയറി മറ്റൊരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. യൂറോപ്പിലെ ഒരു തെരുവീതിയിൽ എങ്ങനെയാണോ കാഴ്ചകൾ കാണുന്നത് അതുപോലെയാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ അത് ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമായിട്ടാണ് ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള അപ്പാർട്ട്മെന്റുകളെല്ലാം നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഡമ്മി ബിൽഡിംഗ് ആണ് എന്നാണ് തോന്നുന്നത്. അതുപോലെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാലും ഒക്കെ ആ തെരുവീതികളുടെ ഭാഗങ്ങളൊക്കെ കാണാം. ഒരു കാല് മാത്രമുള്ള ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ഒറ്റ കയ്യിൽ ഒരു ബൈസിക്കിളിൽ ഒരാളെ എത്തി അത് അയാൾ അഭ്യാസം കാണിക്കുകയാണ് മുകളിൽ. അതാണ് ഈ കാഴ്ച. യഥാർത്ഥത്തിൽ അയാളുടെ കയ്യിലല്ല ബൈസിക്കിള്, നമുക്ക് തോന്നുന്നതാണ്. പല ബിഗ് ബഡ്ജറ്റ് സിനിമകളും ചിത്രീകരിച്ച പോലെ, അതായത് ഇപ്പോൾ ഫാൻറ്റസിയോട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകൾ, അതുപോലെ അവതാർ, ഇങ്ങനെയുള്ളതൊക്കെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് എന്നത് ഇവിടെ കാണിക്കുകയാണ്. അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് അവർ സൃഷ്ടിച്ചു വെച്ച് അതിലേക്ക് എങ്ങനെയാണ് ആധുനികമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരണം എങ്ങനെയാണ് നടത്തുന്നത് എന്നതാണ് ഇതിൽ കാണിക്കുന്നത്. ഇവിടെ ഒരാൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്, എങ്ങനെയാണ് ഈ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് അതിലേക്ക് വരുന്നതെന്ന് കാണിച്ചു തരികയാണ്. അദ്ദേഹം അവിടെ ആക്ഷൻ കാണിക്കുമ്പോൾ ഇവിടെ അവതാറിലെ ആ കഥാപാത്രം അവിടെ അതേപോലെ ആക്ഷൻ കാണിക്കുന്നു, അതേ രീതിയിൽ. അപ്പൊ ഇവിടെ ഈ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിലും രൂപം അവിടെ വേറെ രീതിയിലാണ്. ഇത് ഒരുപാട് ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. Very good morning, ladies. These are the OptiTrack cameras. Total 16 cameras are there. And also you can see our artist wearing a special costume which has the sensor on it. The cameras are capturing the sensors. Because of that only you are able to see our character on the screen. We are doing with the help of that chroma screen. You can see the blue wall. That is chroma screen. With the help of that we can change the destination here without going to that location. Earlier by using this type of technologies in movies like Avatar, King Kong, Robo movies, Spider-Man, Batman, Hulk, Bahubali, lot of movies are there. Now we can look at the chair. He is lifting the chair is also having the same sensors like the dress. Because of that you can see that chair has big rock on the screen. This is all about Motion Capture Studio. Please kindly proceed towards next attraction, virtual reality make a journey of London city. There you can see yourself walking in the London street. Thank you everyone. Thanks for watching Motion Capture Studio. Please. ടെർമിനേറ്റർ അത് ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ പശ്ചാത്തലത്തിൽ നമ്മളെ കാണാം. അതായത് ഇവിടെ മൊത്തം ക്യാമറ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കൈ കൊണ്ട് കാണിച്ചാൽ അവിടെയും കൈ കൊണ്ട് കാണിക്കും. നമ്മൾ ആ കടലിന്റെ തീരത്ത് നിൽക്കുന്നത് പോലെ തോന്നും. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പശ്ചാത്തലം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ സെൻസറും അതുപോലെ ക്യാമറയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്. കൈ കൊണ്ട് ഞാൻ കൈ കൊണ്ട് കാണിക്കുന്നത് അവിടെ കാണാമല്ലോ അല്ലേ?
വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വന്ന ഈ അപ്പാർട്ട്മെന്റുകളുടെ ആ ഭാഗത്ത് കൂടെ നടക്കുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഇതെല്ലാം അപ്പാർട്ട്മെന്റുകളാണ്. പല രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒക്കെ ഒരു ഏകദേശം ഒരു ഡമ്മി ബിൽഡിംഗ് പോലെയാണ്, എങ്കിലും യഥാർത്ഥത്തിലൊരു ബിൽഡിങ്ങിന്റെ ഒരു ഫീലിംഗ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം ഉണ്ട്. ഓരോ വീടിന്റെ അല്ലെങ്കിൽ ഓരോ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലൊക്കെ ചെറിയ ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ സിനിമാ തിയേറ്ററിന്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇതെല്ലാം ഇവിടെ കാണാം. സിനിമ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഈ ആക്ടേഴ്സിനൊക്കെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതെല്ലാം. ഒരുവിധം എല്ലാ ഷൂട്ടിങ്ങിലും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ നല്ലോണം ശീതീകരിച്ച് നല്ലൊരു വിശ്രമിക്കാൻ പാകത്തിലുള്ള രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവര് കാണാല്ലേ, അങ്ങോട്ട് നടക്കണ്ട, അങ്ങോട്ട് പോയി. എയർപോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഒരു എയ്റോപ്ലെയിൻ അവിടെ ഇങ്ങനെ പറക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിലേക്കുള്ളതാണെന്ന് അറിയില്ല. ഇതാണ് ശരിക്കും ഒരു എയർപോർട്ട് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മനോഹരമാണ്. റൺവേക്ക് ഉണ്ട് അപ്പുറത്ത്, മനോഹരമാണ്. യഥാർത്ഥത്തിൽ സിനിമ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും അതങ്ങ് എയർപോർട്ടിൽ നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ എയർപോർട്ടിൽ നടക്കുന്ന രംഗങ്ങളെ പോലെ തന്നെയാണ് ചിത്രീകരിക്കുന്നത്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വിവിധ വിമാന കമ്പനികളുടെ ഓഫീസുകളും മറ്റും, അതുപോലെ എല്ലാ കാര്യങ്ങളും, ടാക്സിയുടെ സ്റ്റാൻഡ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അറൈവൽ, ഡിപ്പാർച്ചർ ഒക്കെ ഉണ്ട് ഇതിൽ. ഇവിടെയും തണുപ്പിക്കുന്നതിന് വേണ്ടി ആ വലിയ ഫാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടല്ലേ. അടുത്ത ബസ്സിൽ കയറി. ഇനി ഗൈഡാണ് എല്ലാം വിശദീകരിച്ചത് പറഞ്ഞത്. I hope you all enjoyed Bahubali set and European street virtual reality and motion capture. So myself, I am Shri Shine under the library. So in hospital you will get the free treatment but no life guarantee. So in the parking area of that airport, the Salar movie, it is a regional newspaper mostly publicated in Telangana and Andhra Pradesh. And now on this area, on this road, the Garuda entry scene from KGF movie, the villain entry scene from KGF movie was shot there. And now also you can able to see one temple over there. So that is called as Meenamma's temple. And also it is called as temple because the Chennai Express movie was shot there. So that's why it is called as Meenamma's temple. And now on your right side is the MP building and the Mehbooba song from KGF was shot there. And the front elevation of the building is used in Chandramukhi movie as well as Suryavamsha movie and is also called as Lakalaka building. And now this on your right side is a jet fountain. It is attachable as well as detachable fountain. It is in the Roman architecture. And the movie, the Krishna movie was shot the Jill face. So it will open from 2 o'clock to 7 o'clock where you will explore the Borough to the 7:30 followed by DJ till 7:50. And also
also we have thematic lighting show in the umbrella garden where the bougainvillea plants are trimmed into umbrella shape. So that's why it is called as umbrella garden. And look at your left side. This is the leg garden where the woman body is broken into 2 parts and the Hulala song 50% shooting was done here only. And that fort is the gateway of Ramoji. Big garden where the many proposal scenes were shot here. And if the proposal gets family garden here. If the proposal gets rejected, they will go to the horizontal garden, which is also called as breakup garden. And in the Ramoji Film City, we have 126 varieties of garden. Each garden has one specialty and one name. And now we are entering into Fantasy Street. So this will be used as hill station purpose. And the directors will come at morning 4 o'clock to come up with the Ooty and Kodaikanal vibes here. So now we are going to Hawa Mahal. Hawa Mahal to explore the Rajasthani Ghumar dance, and on the steps downstairs we have the Maya Lok. There you can have a 10 minutes AD of film settings. And from the Maya Lok you have the Japanese garden, and from the exit beside the Japanese garden you have the bus boarding. So from there your eco tour will start. And this is ഹവാമഹലിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പം അവിടെ ഒരു ഫിലിമിൻ്റെ എങ്ങനെയാണ് ഷൂട്ടിങ് അല്ലെങ്കിൽ സോങ് എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതിൻ്റെ ചെറിയ രൂപം ഇവിടെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജപ്പാനീസ് ഗാർഡൻ ഉണ്ട്. അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ബസ്സിൽ കയറിയിട്ട് വീണ്ടും അടുത്ത ഇനി പേർക്ക് ഇക്കോ ടൂറിസം അവിടുന്ന് തൊട്ടിട്ടാണ് തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ആ രാജസ്ഥാനിലത്തെ ആ ഒരു രീതിയിലാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് 2 ആർട്ടിസ്റ്റുകൾ കൂടി ഗാനത്തിൻ്റെ ചിത്രീകരണം എങ്ങനെയാണോ ആ രീതിയിൽ ഇവിടെ കാണിക്കുകയാണ്. ഓരോ ബസ് വരുമ്പോഴും ഇവരിങ്ങനെ അവതരിപ്പിക്കുകയാണ് തോന്നുന്നത്. ഈ ഹവാമഹലിൽ നിന്ന് താഴത്തേക്ക് ആ ഗാർഡനിലേക്കുള്ള വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. ഇതിന് തൊട്ടതാണ് ജാപ്പനീസ് ഗാർഡൻ. इधर बांधते और यहाँ सांबा खड़े रहता है, गोली मारता उनका केड़ा तो वही नहीं गेला तो सांगा तो पहाड़ आहे नहीं अभी नरम ഇവിടെ ഒരു ജാപ്പനീസ് വേഷധാരിയുണ്ട്. താഴത്തെ കൂടെ വന്നാൽ കാണാം. അവിടെ 2 ലേഡീസ് ഉണ്ട്, ജാപ്പാനീസ് വേഷധാരികൾ.